സിനിമയ്ക്ക് വേണ്ടിയുള്ള ഷൂട്ടിങ്ങിനിടയിൽ പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ജയനെ സിനിമാ ലോകത്തിന് നഷ്ടപ്പെട്ടതും അത്യധികം സാഹസികത നിറഞ്ഞു നിന്ന ഒരു ഹെലികോപ്റ്റർ രംഗത്തിൽ അഭിനയിച്ചപ്പോഴായിരുന്നു. മലയാളം സിനിമകളുടെ ഷൂട്ടിങ്ങിനിടയിൽ പറ്റിയ ചില അപകടങ്ങൾ. മോഹൻലാൽ മലയാള സൂപ്പർ താരങ്ങളിൽ പരമാവധി രംഗങ്ങളിൽ ഡ്യൂപ്പില്ലാതെ സ്റ്റണ്ട് ചെയ്യാൻ ശ്രമിക്കുന്ന താരമാണ് മോഹൻലാൽ. മോഹൻലാലിന്റെ മേവഴക്കം പല സ്റ്റണ്ട് രംഗങ്ങളിലൂടെ മലയാളികൾ മനസ്സിലാക്കിയതുമാണ്. തന്റെ കരിയറിൽ പലതവണ മോഹൻലാലിന് അപകടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാസനോവ എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ടിങ്ങിനിടയിൽ ബൈക്കിൽ നിന്നും വീണും താരത്തിന്റെ കൈക്ക് പരിക്കേറ്റിരുന്നു. ഇതുപോലെ ഒളിമ്പ്യൻ അന്തോണിയാദത്തിലെ മരമടി മത്സരത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലും കാലിൽ ആണി തുളച്ചു കയറി മോഹൻലാലിന് പരിക്കേറ്റിരുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാകാൻ വൈകുന്നതിനും ഇത് കാരണമായി. ഇതുപോലെ സ്ഫടികത്തിൽ ആനയുടെ പുറത്തുനിന്ന് ചാടുന്ന രംഗത്തിലും മോഹൻലാലിന് സാരമായ പരിക്കേറ്റിരുന്നു. മമ്മൂട്ടി ബിബി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ കഷ്ടിച്ചായിരുന്നു വലിയൊരു അപകടത്തിൽ നിന്നും മമ്മൂട്ടി രക്ഷപ്പെട്ടത്. ചിത്രത്തിന്റെ ഇന്റർവെല്ലിന് മുമ്പുള്ള ഒരു സ്ഫോടന രംഗത്തിൽ വാഹനത്തിൽ നിന്നും പൊട്ടിത്തെറിച്ച ഒരു കഷ്ണം മമ്മൂട്ടിക്ക് നേരെ തിരിച്ചു വരികയായിരുന്നു. പെട്ടെന്ന് മമ്മൂട്ടി ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അപകടം ഒഴിവായി. ചിത്രത്തിൽ കട്ട് ചെയ്യാതെ ഈ രംഗം ഉപയോഗിച്ചിട്ടുണ്ട്. ബിബിക്ക് മികച്ച പ്രൊമോഷൻ നേടിക്കൊടുക്കുന്നതിന് ഈ രംഗം സഹായമായി. ഫഹദ് ഫാസിൽ മണിരത്നം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിലായിരുന്നു ഫഹദിന് തലയ്ക്ക് സാരമായ പരിക്കേറ്റത്. ചിത്രത്തിലെ ഒരു സംഘടന രംഗത്തിൽ എതിരാളിയുടെ ചവിട്ടേറ്റ് ഫഹദ് പിന്നിലേക്ക് വീഴുകയായിരുന്നു. ഫഹദിന്റെ തല ലോറിയുടെ ടയറിന്റെ വീൽക്കപ്പിലിടിച്ച് ഫഹദിന്റെ തലയ്ക്ക് സാരമായി പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ടോവിനോ സ്റ്റൈൽ എന്ന സിനിമയിലെ ഒരു കാർ റേസിംഗ് രംഗത്തിലായിരുന്നു ടോവിനോയ്ക്ക് പരിക്കേറ്റത്. ഉണ്ണി മുകുന്ദൻ സഞ്ചരിച്ച കാറുമായുള്ള ചേസിംഗ് രംഗത്തിലായിരുന്നു ടോവിനോയുടെ കാർ അപകടത്തിൽപ്പെട്ടത്. ചെറിയ പരിക്കുകളോടെ താരത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. വേദിക ശൃംഗാരവേലിന്റെ ഷൂട്ടിങ്ങിനിടയിലായിരുന്നു നടി വേദിക വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ദിലീപ് ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വേദികയെ ഒരു വാട്ടർ ടാങ്കിലേക്ക് എടുത്തെറിയുന്നതായിരുന്നു രംഗം. ഇതിനായി താൽക്കാലികമായി നിർമ്മിച്ച വാട്ടർ ടാങ്ക് വേദിക വന്ന് വീണതോടെ പൊളിയുകയായിരുന്നു. ഒരു വലിയ കെട്ടിടത്തിന്റെ മുകളിലായിരുന്നു ചിത്രീകരണം. അനന്യ ദിലീപിന്റെ നാടോടി മന്നന്റെ ചിത്രീകരണത്തിനിടയിലായിരുന്നു അനന്യയ്ക്ക് പരിക്കേറ്റത്. അബു സലീം താരത്തെ പിടിച്ച് വലിച്ചെറിയുന്ന ഒരു രംഗത്തിലായിരുന്നു അനന്യ നിയന്ത്രണം വിട്ട് നിലത്ത് വീഴുന്നതും കൈക്ക് സാരമായ പരിക്കേറ്റതും. അബു സലീം താരത്തെ പിടിച്ച് വലിച്ചെറിയുന്ന ഒരു രംഗത്തിലായിരുന്നു അനന്യ നിയന്ത്രണം വിട്ട് നിലത്ത് വീഴുന്നതും കൈക്ക് സാരമായി പരിക്കേറ്റതും. മനോജ് കെ ജയൻ ഡാർക്ക് ഫോറസ്റ്റ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലായിരുന്നു മനോജ് കെ ജയൻ ഓടിച്ച ബൈക്ക് മറിഞ്ഞ് അപകടമുണ്ടായത്. മനോജ് ഓടിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് കാട്ടിലേക്ക് മറിയുകയായിരുന്നു. വൈശാഖ് ഒരു കാർ സ്റ്റണ്ടിന്റെ റിഹേഴ്സലിനിടയിലായിരുന്നു വൈശാഖിന്റെ നേരെ കാർ പാഞ്ഞു വന്നത്. പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയ താരം തലനാരിഴയ്ക്കായിരുന്നു രക്ഷപ്പെട്ടത്. കുഞ്ചാക്ക ബോബൻ, റിമ കല്ലിങ്കൽ ചിറകൊടുകുഞ്ഞ കിനാവുകൾ എന്ന സിനിമയിലെ ഒരു ഗാനരംഗത്തിന്റെ ചിത്രീകരണത്തിനിടയിലായിരുന്നു ഇരുവർക്കും അപകടമുണ്ടായത്. കായലിൽ താൽക്കാലികമായി നിർമ്മിച്ച കടലാസ് തോണിയുടെ രൂപത്തിലുള്ള ബോട്ട് മറിഞ്ഞായിരുന്നു അപകടം. അണിയറ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ഇടപെടലായിരുന്നു ഇരുവരെയും രക്ഷിച്ചത്.